അച്ചുട്ടി ബാക്കി പറ, എന്നിട്ട് എന്താ സംഭവിച്ചേ? ഞാൻ പറയാ. കദീസ, അനക്ക് സന്തോഷായില്ലേ? ഒരുപാട് സന്തോഷായി. എത്ര കാലായിന്നറിയോ ഇതോർത്ത് ഞാൻ വിഷമിക്കണോ? ഇനിയും കഴിഞ്ഞത് പറഞ്ഞോണ്ടിക്കല്ല. ഇല്ല കാക്ക, ഞാൻ നിർത്തി. അല്ല കദീസ, നമ്മളെ കുട്ടിക്ക് എന്ത് പേരാടാ? അത് പറ, എന്ത് പേരാടാ? ഞാനൊരു പേര് കണ്ടുവെച്ചിക്കണേ. എന്താ? ആയിഷ. ആയിഷ ബീരാൻ. എങ്ങനെയുണ്ട് കാക്ക? കൊള്ളാം, നല്ല പേര്. അല്ല കദീസ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ കാക്ക? ഉറപ്പിച്ചോ നമ്മളെ കുട്ടി പെൺകുട്ടിയാണെന്ന്? ഞാൻ ഉറപ്പിച്ചു. ഞമ്മക്ക് പെൺകുട്ടി എന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കിക്കോ. അതൊന്നും പറയാൻ പറ്റൂല കദീസ, എല്ലാം പഠിച്ചോന്റെ അടുത്താ. നമുക്ക് ഒരു ആൺകുട്ടീന്റെ പേരും കൂടി കണ്ടെത്തണം. നിങ്ങള് പറ, എന്ത് പേരാടാ? പെൺകുട്ടിന്റെ പേര് ജനല കണ്ടുപിടിച്ചത്, ആൺകുട്ടിന്റെ പേര് ജന കണ്ടുപിടിക്കേ. ഓ, പെട്ടെന്ന് വീരങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ ഞാൻ ചെയ്യാ? ഞാൻ എന്തായാലും കണ്ടെത്താം. ഇക്കാക്ക നോക്കിക്കോ, നമ്മളെ ജീവിതം മാറി മറിയും ഈ കുഞ്ഞ് വന്നാല്. അതെന്താ കദീസ അങ്ങനെ പറയണേ? നമ്മടെ ഭാഗ്യായിരിക്കും ഈ കുഞ്ഞ്. കാക്ക, സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ആ, കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, പൈസക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? ആ കദീസ, എനിക്കറിയാലോ, ഇപ്പൊ പണ്ടത്തെ പോലെ എനിക്ക് അങ്ങനെ പണിയൊന്നുമില്ല. നമ്മളെ കഷ്ടപ്പാടും ദുരിതം എല്ലാം തീരുന്ന ഒരു കാലം വരും. കാക്ക നോക്കിക്കോ, ഈ കുഞ്ഞുണ്ടാവട്ടെ, നമ്മളെ ജീവിതം രക്ഷപ്പെടും. അല്ല കദീസ, വെറുപ്പിക്കൽ ആമിനാത്തനോട് പറഞ്ഞിക്കണോ? എന്ത് പറഞ്ഞിക്കണോന്നേ? അനക്ക് വിശേഷമുള്ള കാര്യം. ഓ, ഞാൻ പറഞ്ഞു. അതേതായാലും നന്നായി. അല്ല ചേച്ചി, ആ വെറുപ്പിക്കൽ ആമിന എന്ന് പറഞ്ഞത് നമ്മളെ ആമിനാത്തനാണോ? ഈ ആമിനാത്തനാണ് ആമിനാത്ത. അതെന്താ ആമിനാത്ത നിങ്ങളെ വെറുപ്പിക്കൽ ആമിനാത്താന്ന് ഒരു പറഞ്ഞത്? ആമിനാത്ത, ആ ഫ്ലാഷ് ബാക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കേ. പിന്നെ ഉമ്മ ഒന്ന് വേഗം പറ. ഞാൻ പറയാ. അല്ല, എനിക്കൊരു സംശയം. എന്റെ ഹൈറോ, എന്റെ സംശയം. അപ്പൊ ആമിൻതാത്തിന്റെ വീട്ടിന്റെ അടുത്തേന് കദീസും ബീരാങ്കാക്കും താമസിച്ചത്? ആ, ഒരു കുറച്ചു കാലം നമ്മളെ വീട്ടിന്റെ അടുത്തേനും ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാ ഒരു ബാംഗ്ലൂർ എത്തിയത്? അത് അവർക്ക് പൈസ കൂടിയപ്പോ ഒരു ബാംഗ്ലൂരിലെ വീടെടുത്ത് വന്നു. ഓ, നിങ്ങൾ ഈ കഥ മുഴുവനായിട്ട് കേട്ടിട്ടില്ലല്ലോ. ഈ കഥ മുഴുവനായിട്ട് കേട്ടാൽ ഞങ്ങളുടെ ജീവിതം എന്താന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല ആമിനാത്ത, അപ്പോ ഈ കദീസ്താത്തന്റെയും ബീരങ്കാക്കന്റെയും ജീവിതത്തിൽ ഇതൊന്നും സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ഏയ്, ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നോടൊരു പറഞ്ഞിട്ടുമില്ല. ആമിനാത്ത, എന്നാ ഫ്ലാഷ് ബാക്ക് ഒന്ന് വേഗം പറ. ആ, പറയാ. ആമിനാത്ത, എന്തേ നിങ്ങൾ പോയി മുട്ടട്ടാ? ഏയ്, ഇല്ലല്ലോ. ആമിനാത്ത, എന്താ അവളെ? നിങ്ങള് പോയി ഇന്നെങ്കിലും ഒരു മുട്ടട്ടോ? ഏയ്, ഇല്ലല്ലോ. ആമിനാത്ത, ഇന്നെങ്കിലും നിങ്ങളെ കോയി മുട്ടട്ടോ? എന്റെ കോയി മുട്ടട്ടാലേ ഞാനേ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കോയി മുട്ടട്ടോ എന്നിട്ടോ. ഇതന്നെ തള്ള എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ നിൽക്കണ്ട. വിശേഷായോ എന്നിട്ടോ. വിശേഷായാലേ നമ്മളെ അങ്ങോട്ടേക്ക് പറഞ്ഞോണ്ട്. വെറുപ്പിക്കലേനുല്ലേ? പാടാടുന്നേ പാവം. കിട്ടണ്ടേ കിട്ടില്ലേ? അപ്പൊ സമാധാനായില്ലേ നിങ്ങക്ക്? ആയിച്ചുട്ടിയേ, ഓ, അന്റെ പച്ചിയും അന്റെ അമ്മച്ചിയും പോലെയാണല്ലോ. പിന്നല്ല. ആയിച്ചുട്ടിയേ, എന്താ സുലൈമാനെ, ഇജ്ജ് കഥ ബാക്കി പറ. എന്നിട്ട് എന്താ സംഭവിച്ചേ? ബാക്കി പറയാം. ജെയിംസ്, എന്താ ശ്രുതി? എന്താ നിനക്ക് പറ്റിയേ? ഹോസ്പിറ്റലിൽ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഏയ്, ഒന്നും പറ്റിയിട്ടില്ല. നീ പിന്നെന്താ എന്നോടത് ചോദിക്കാത്തെ? എന്ത്? എല്ലാവർക്കും ജിലേബിയും ലഡും ഒക്കെ വാങ്ങിച്ചു കൊടുത്തോന്ന് നീ എന്താ എന്നോട് ചോദിക്കാത്തെ? നീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും, അതെനിക്കറിയാം, അത്ര തന്നെ. എന്താ ജെയിംസ് നിനക്ക് പറ്റിയത്? ഏയ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല ശ്രുതി. ചുമ്മാ കള്ളം പറയല്ലേ. സത്യം. ഞാൻ ജീവിതത്തിൽ ആത്മാർത്ഥമായി സന്തോഷിച്ച 2 ദിവസങ്ങളാ ഉള്ളത്. ഏതൊക്കെയത്? 1, നിന്നെ എനിക്ക് കിട്ടിയപ്പോഴും. 2, ഇന്ന് ഡോക്ടർ പറഞ്ഞില്ലേ നമ്മളെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വരുന്നുണ്ടെന്ന്, അത് കേട്ടപ്പോഴും. ജെയിംസ്, നീ എന്താ ഇങ്ങനെ? എന്താ ശ്രുതി? എനിക്കെന്തോ നിന്നെ കണ്ടിട്ട് ഒരു ഉഷാർ തോന്നില്ല. നിന്റെ തോന്നല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജെയിംസ്, നമ്മളെ കുഞ്ഞിനെ എന്ത് പേരാടാ? അശ്വതി. എന്താ ജെയിംസ് പറ. ആദ്യം കുഞ്ഞുണ്ടാവട്ടെ, എന്നിട്ടല്ലേ പേര്. ജെയിംസ്, നീ എന്താ പറഞ്ഞു വരുന്നേ? അത് എന്താ ജെയിംസ്, നീ എന്താ ഇങ്ങനത്തെ വർത്താനം പറയുന്നേ?
അശ്വതി അത് വേറൊന്നുമല്ല. കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലായല്ലേ നമുക്ക് പേരിടാൻ പറ്റൂ. ആ അത് ശരിയാ, അതാണല്ലേ നീ ഉദ്ദേശിച്ചത്. ഈശ്വര, ഇവളോട് ഞാൻ എങ്ങനെയാ ഡോക്ടർ പറഞ്ഞ കാര്യം പറയാ? കുറച്ച് മാസങ്ങൾക്ക് ശേഷം. ഡോക്ടർ, കദീസ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. ഡോക്ടർ, ഈ പെണ്ണിന് തീരെ ഭക്ഷണം വേണ്ട. എന്താ കദീസ ഇങ്ങനെ? നിങ്ങൾക്ക് വേണ്ടിട്ടല്ല, നിങ്ങളെ വയറ്റ് വളരുന്ന കുഞ്ഞിന് വേണ്ടിട്ടാ ഞാൻ പറയുന്നേ. വെയിറ്റ് കുറച്ച് കുറവാണ് കേട്ടോ. ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ ക്ഷീണം ഛർദി എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട് ഡോക്ടർ. ഡോക്ടർ, സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ ഡോക്ടർ? മധുരം ഇരട്ടിയാണെന്ന് കരുതിക്കോളൂ. എന്ന് വെച്ചാ? ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ? കദീസയുടെ വയറ്റില് ഒരു കുട്ടിയല്ല 2 കുട്ടികളുണ്ട്. ഡോക്ടർ, അതേടോ, നിങ്ങൾ ഇത്രയും കാലം കാത്തു നിന്നില്ലേ, അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങൾക്ക് 2 മക്കളെ തരാൻ വിചാരിച്ചത്. ഡോക്ടർ, സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇരട്ട കുട്ടികളുടെ അച്ഛനും അമ്മയും ആവാൻ പോവാ നിങ്ങള്.